ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കടങ്കാട്ടോ. കാരണം +2 കഴിഞ്ഞ ശേഷം പഠിക്കാനുള്ള നിവൃത്തിയില്ലാത്ത കാരണം ആഗ്രഹം മാത്രം ഉള്ളിലൊതുക്കി വെച്ചിരുന്നില്ലേ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും കൂടെ ദത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ബ്രിജിത വാക്ക് കൊടുത്തിരുന്നു അവളെ ഹയർ സ്റ്റഡീസിന് വിടും എന്നുള്ളത്. ആ വാക്ക് അവർ പാലിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിക്ക് ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അവർ പോകാൻ ഇറങ്ങാട്ടോ. അതിനിടെ കൂടെ മാമച്ചൻ്റെ വക സ്ഥിരമുള്ളതുപോലെ ഒരു കളിയാക്കലൊക്കെ പറയുന്നുണ്ട് നമ്മളെ രേവതിയുടെ അടുത്ത്. എടി, ഇത് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല മിടുക്കരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ അഡ്മിഷൻ കിട്ടുക. പിന്നെ നീ അങ്ങനെ വല്ലതും ആണോ? +2 ജയിച്ചു മാർക്കുണ്ടെന്നൊക്കെ പറയുന്നു. ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ? അതോ ഉടായ്പാണോടി എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയണ്ട്, മാമച്ച വേണമെങ്കിൽ എല്ലാം കൂടെ പരീക്ഷിച്ച് നോക്ക്. എൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് ഇതിനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. ശരി ശരി, നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്നും പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ രേവതിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു എനിക്ക് ഈ അഡ്മിഷൻ കിട്ടുമെന്ന്. അങ്ങനെ ചെല്ലാണ് കേട്ടോ. അവിടെ കോളേജിലെ പ്രൊഫസർ സംസാരിക്കുമ്പോൾ അവർക്ക് ആ കുട്ടിയെ ഇഷ്ടമാവണുണ്ട്. എന്നിട്ട് പറയാണ്, എന്തായാലും ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സെക്കൻഡ് സെമ്മ് തുടങ്ങിയിട്ടുമുണ്ട്. ഏകദേശം 1 വർഷത്തോളം ക്ലാസ് മിസ്സായി. ഇനിയിപ്പോൾ ചേർന്നാലും 2 സെമ്മും കൂടെ ഒരുമിച്ച് പഠിക്കണം. കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിൽ പറയാണ് ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ മാമച്ചനും പറയേണ്ട അവളും ഇടിക്കുകയാണ്, പഠിച്ചോളും, അഡ്മിഷൻ കിട്ടാനുള്ള പാടാൻ നമുക്കുള്ളൂ. എന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം, എത്രയും വേഗം ഞങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നേക്കാന്ന്. നോക്കട്ടെ, മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം വാങ്ങി പരിശോധിക്കുമ്പോൾ അതിൽ ഗാർഡിയൻ എന്ന് ബ്രിജിത മമ്മിയുടെ പേരാ വച്ചേക്കുന്നത്. അത് അവർ ചോദിക്കുന്നുണ്ട്, ഇതിൽ ഗാർഡിയൻ ബ്രിജിറ്റ് എന്നാണല്ലോ വച്ചേക്കുന്നത്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, അത് അവരായിരുന്നു നേരത്തെ നോക്കിയിരുന്നത്, രേവതിക്കുട്ടി അവർ മരിച്ചു, ഇപ്പം ഞങ്ങളാണ് ഇവളുടെ ലോക്കൽ ഗാർഡിയനായിട്ട് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കൃത്യമായിട്ട് എത്തിച്ചേക്കണം. അഡ്മിഷനൊക്കെ ഇന്ന് തന്നെ ഓക്കെ ആക്കുമെന്ന് പറയാം. അങ്ങനെ രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ കൂടി അലീനയെ വിളിക്കുകയാണ് കേട്ടോ. അലീനയുടെ ഫോണൊന്നുമില്ല, ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും കൂടെ സമാധാനപ്പെടുത്തുക, നീ സമാധാനമായിട്ടിരിക്കടി, ഒന്നും കൊണ്ടും കുഴപ്പമില്ല, നമുക്കത് അറിയിക്കാമെന്ന്. ഈ സമയത്ത് ആ റിസോർട്ടിൽ നിന്നും കൊണ്ട് നമ്മൾ അലീനയും കൃഷ്ണയും കൂടെ കൂട്ടി നേരെ കടപ്പാട്ടയ്ക്ക് വന്നിട്ടുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ കാറ് കയറി വരണതും ഭവിതയാണ് ആദ്യം കാണുന്നത്. അതേ അച്ഛൻ വന്നു പറഞ്ഞ് ഓടി അമ്മയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പോൾ വൈജ ഇറങ്ങി വരുമ്പോൾ എന്നിട്ട് പറയാം, തൊട്ട് പറയാം, കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെയും ഭവിത കണ്ടിരുന്നു, അലീന. അതും കൂടെ വൈജയോട് പറയണ്ട അമ്മേ, അവളും കൂടെ ഉണ്ടെന്ന്. അത് ശരി, അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, വീണ്ടും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. അവളെ ഞാൻ ഇതിനകത്ത് കയറ്റില്ല, ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തിറങ്ങാം. ബബിത ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ പോകരുത്, ഇപ്പോൾ ഒരു വഴക്കിൻ്റെ ആവശ്യമില്ല, അച്ഛനോരോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് തിരിച്ച് വന്നതേ ഉള്ളൂ, പതിയെ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. അതൊന്നും പറ്റില്ല, അവളെ ഞാൻ ഇതിനകത്ത് കയറ്റില്ല, നീ എൻ്റെ കൈ വിട് എന്നും പറഞ്ഞ് വൈജ ബബിതയുടെ കൈ തട്ടി മാറ്റി പോവാ. വീണ്ടും ബബിത കൈ പിടിച്ച് വെച്ചിട്ട് പറയാം, അമ്മേ അച്ഛനോട് ഇനി ദേഷ്യം കാണിക്കാൻ പോകരുത്, അച്ഛൻ ഏത് അവസ്ഥയിലാണ് നമുക്കറിയില്ല, ചിലപ്പോൾ അടി കിട്ടും, പിന്നെ അടിക്കാൻ പോകുന്നു. അമ്മയോടെ പറഞ്ഞത്, ചിലപ്പോൾ അച്ഛനെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ നമ്മളെല്ലാവരും നാണം കിടും, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സമാധാനപ്പെടുന്നു. അത് കേൾക്കുമ്പോൾ വൈജ ഒന്നടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് എല്ലാവരും കൂടെ കയറി വരിക. കൃഷ്ണമോള് ഇട്ടേക്കുന്ന ചുരിദാർ തന്നെ അലീനതാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എടി ഈ ചുരിദാർ ഇട്ടും കൊണ്ട് കയറി ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേര് നിനക്ക് വഴക്ക് കിട്ടില്ലേ? ഒന്നും കിട്ടില്ല, കിട്ടണമെങ്കിലേ ഞാൻ കേട്ടോളാം, എന്നെ ചേച്ചി ഞാൻ ഇനി ഇവിടുന്ന് വിടത്തില്ല എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ നമ്മുടെ വൈജ വീണ്ടും ടെൻഷൻ കൊണ്ട് കാലി എന്നുള്ള വിറയിലായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇവിടെ അലീനെ മുമ്പിൽ കാണുമ്പോൾ തന്നെ. പക്ഷേ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വന്ന് വൈജയുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അടിച്ചിറക്കി വിട്ടതാണ് ഇവളെ, പക്ഷേ ഞാൻ അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു മോളെ പോലെ അവളെ സ്നേഹിക്കാൻ നീ നോക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്കിവിടെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ദുരിതമാകും. ഉടനെ വൈജ പറയാം, എൻ്റെ മോളോ ഇവളെ, എനിക്ക് അങ്ങനെയുള്ള ജീവിതം വേണ്ട, എനിക്ക് ദുരിതമാണെങ്കിൽ ദുരിതത്തോടുകൂടിയുള്ള ജീവിതം തന്നെ മതി. ശരി, എന്നാൽ പിന്നെ നിൻ്റെ ആഗ്രഹം എത്രയും വേഗം സാധിച്ചു കിട്ടട്ടെ എന്നിത്രയും പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ വിളിച്ച് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി ചെല്ലാണ്. അവിടെ ചെന്ന് മുത്തശ്ശിക്കും ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ അന്തം വിട്ടു പോവാട്ടോ. എന്നിട്ട് പറയാം, ദേ ഈ വന്നു നിൽക്കുന്നത് അലീനയാണ് കണ്ടല്ലോ. പിന്നെ എനിക്കറിയരുതോ പിന്നെ അലീനയാണ്? ബാലചന്ദ്ര നീ പറഞ്ഞാലേ അറിയാവോ? ചില കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും കണ്ണും പൂട്ടിയിരിക്കും, ആരും ഒന്നും കാണുന്നില്ല. എന്തൊക്കെയാ ബാലചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയാതെ വയ്യല്ലോ, എല്ലാവരും കൂടെ അവളെ പിടിച്ചിറക്കി ഇതിനകത്തുനിന്ന് വിട്ടതല്ലേ, എന്നിട്ട് അമ്മ മിണ്ടാതെ നോക്കിക്കൊണ്ട് നിന്നോ? ഞാൻ എന്ത് ചെയ്യാനാടാ, ഇവിടെ ഞാൻ കിടക്കുമല്ലേ, ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ല.
ആര് പറഞ്ഞു അല്ലാന്ന്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചില്ലേ? അപ്പോൾ എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. ദേ ആ പറഞ്ഞു വിട്ട് അവളെ ഞാൻ വീണ്ടും ഇവിടെ തിരിച്ചുകൊണ്ട് വന്നേക്കുവാണ്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് കണ്ടും കേട്ടുമൊക്കെ നിന്നോളം പറയണം നിങ്ങളുടെ മകളോട്. ആ മകളോട് മാത്രമല്ല, നിങ്ങളുടെ വേറെ 3 ആൺമക്കളുണ്ടല്ലോ, നീലഗിരിയിലും സിംഗപ്പൂരിലും അങ്ങ് ദുബായിലും ഒക്കെ ഉള്ള ആൺമക്കൾ. അവരോട് എല്ലാത്തിനോടും പറയണം. ഒരുത്തൻ വന്ന് 2 ദിവസം മുമ്പ് ഷോ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. എന്നോട് കളിക്കാണെന്നും വരരുത്. ഇത് കൊല്ലപ്പള്ളിയല്ല, ഇത് ബാലചന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടപ്പാട്. ഈ വീട് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ സ്വന്തം വീടാണ്. അതുകൊണ്ട് മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. എന്തിനാ ബാലചന്ദ്ര നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നീ എൻ്റെ കൂടെ ഇങ്ങനെ എന്തിനാ സംസാരിക്കണേ? ഞാൻ നിനക്ക് എന്തുമാത്രം ഇപ്പോൾ നമ്മുടെ വടക്കുവശത്തൊക്കെ വരുമ്പോൾ പണ്ട് പണിക്കാരനായിരുന്ന സമയത്ത് നിനക്ക് എത്രയോ ഞാൻ ആഹാരമൊക്കെ കൂട്ടി തന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തന്നതും തിന്നതും കുടിച്ചതും ഒണ്ണാക്കിലോട്ട് തള്ളിക്കെട്ടി തന്നതും വൈദ്യ ഉദ്ദേശിച്ചാൽ പറയണ ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇപ്പം ഞാനിവിടെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഇവളാണ്. എന്നിട്ട് ആ ഇവളെ പോലെ നിങ്ങളുടെ മോക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. സ്വന്തം മോൻ്റെ വീട്ടിൽ കിടന്നപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ കിടന്ന് ആഹാരവും വെള്ളവും കിട്ടാതെ ചത്തു പോകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ആ വൈജിയോട് പറഞ്ഞു നിങ്ങളെ ഇവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഇന്ന് വരെയെങ്കിലും ഞാൻ എന്തെങ്കിലും കുറവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കൃത്യമായിട്ടെല്ലാം കിട്ടുന്നില്ലേ? ആ കിട്ടുന്നുണ്ട്. ആ അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആവണമെങ്കിൽ മര്യാദയ്ക്ക് ഇവളിനി ഇവിടെ തന്നെ നിൽക്കും. അലീനെ പറഞ്ഞു വിടാതിരിക്കണമെങ്കിലും അവൾ നേരെ ഇവിടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളെ മക്കളോട് പറഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ഇത്രയും പറഞ്ഞ് ബാലചന്ദ്രൻ അലീനോട് പറയാം, അലീനെ നിൻ്റെ ബാഗും എല്ലാം എവിടേക്കെന്ന് വെച്ചാൽ വെച്ചോ. പിന്നെ അമ്മയോട് എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അലീന എൻ്റെ സ്വന്തം മകളാണ്. ഇനി അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയോ ഹോം നേഴ്സോ വീട്ടു ജോലിക്കാരിയോ അങ്ങനെ ഒന്നും ആരും കണക്കാക്കരുത്. ബാലചന്ദ്രൻ്റെ മൂത്ത മകളായിട്ടേ കണക്കാക്കാവൂ. മനസ്സിലായല്ലോ? ഞാൻ അവളെ ഇങ്ങനെ ദത്തെടുത്തു. ഇനി അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങ് സന്തോഷമാവണുണ്ട് കേട്ടോ. കാരണം അലീനെ മകളായിട്ട് അംഗീകരിച്ചത് അല്ലേ. വേറെ 2 ദിവസം കൊണ്ട് പലരും പല രീതിയിൽ ചിന്തിച്ച് കൂട്ടി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ബബിതയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, രോഹിത്തിനെ വിളിച്ച് അടുത്ത് നിർത്താടോ. രോഹിത്ത് തിരിഞ്ഞു പോകാൻ പോയതാണ്. എന്നിട്ട് 2 പേരോടും പറയണ്ട. പിന്നെ ഈ വീട് ആരുടെ പേരിലായിരിക്കണേ നിങ്ങൾക്കറിയോ? അച്ഛൻ്റെ പേരിൽ. ശരി, ഈ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാ? അച്ഛൻ തന്നെ. നിങ്ങളുടെ പഠിത്തം, വിദ്യാഭ്യാസം, മരുന്ന്, മറ്റുള്ള കാര്യങ്ങൾ, ഈ വീട്ടിലെ മുഴുവൻ ചിലവുകളും നോക്കുന്നത് ആരാണ്? നിൻ്റെ അമ്മയാണോ അതോ നിങ്ങളുടെ മാമന്മാരാണോ? അല്ല, അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഈ അച്ഛനെ ധിക്കരിച്ച് അച്ഛനെ പറ്റിച്ചും ചതിച്ചും ഇവിടെ എത്ര കാലം ജീവിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരം? അച്ഛാ, ഞങ്ങൾ അച്ഛനൊന്നും പറ്റിച്ചും ചതിച്ചൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്നും? ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകൊച്ചിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അത് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞോ? അച്ഛനെ ഒളിച്ച് ചെയ്യാമെന്ന് കരുതിയല്ലേ? അല്ല അച്ഛ, അത് എന്തത് എടിയും ഒരു പെൺകൊച്ചിനെ ഇവിടുന്ന് കയ്യിൽ ബലമായിട്ട് പിടിച്ച് വലിച്ച് പുറത്ത്, അതും ഒരു പെൺകുട്ടി. അത് ഇങ്ങനെ ഒരു അപരാധം കാണുമ്പോൾ അത് കണ്ട് നിന്നോ നിങ്ങൾ 2 പേരും? പറ. അത് എന്നോട് വന്ന് അറിയിക്കണോ? അതിനെ എതിരാക്കി നിൽക്കണോ? പറ. അതോ അതിന് സപ്പോർട്ട് ചെയ്യണോ? എല്ലാവരും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ? അത് തന്നെ വലിയൊരു ചതിയല്ലേ എടീന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ 2 മക്കളും വിറച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.